ക്രിയാറ്റിൻ യൂസ്ഫുൾ ആണോ? ക്രിയാറ്റിൻ യൂസ്ഫുൾ അല്ല. ഇറ്റ്സ് എ വേസ്റ്റ് ഓഫ് ടൈം. നിങ്ങളുടെ സമയനഷ്ടം, നിങ്ങളുടെ പണനഷ്ടം, അത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഫുള്ള് കാണാൻ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ എന്താ കാരണം എന്ന്. ഇന്ന് ഞാനിവിടെ എൻ്റെ സപ്ലിമെൻറ്റ് സ്റ്റാഷ് നിങ്ങൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഞാൻ ഒരു പ്രീ വർക്കൗട്ട് എടുക്കുന്നുണ്ട്. അപ്ലൈ ന്യൂട്രീഷൻ്റെ ബ്ലൂബെറി ഫ്ലേവർ, ഫ്രോസൺ ഫ്ലേവറാണ്. നിങ്ങൾക്ക് എനർജി ഫീൽ ലോ ആണെങ്കിൽ നിങ്ങൾക്ക് ഇത് എടുക്കാം. പിന്നെ ഞാൻ കൊളാജൻ പൗഡർ എടുക്കുന്നുണ്ട്. ഇറ്റ് റിയലി ഹെൽപ്സ് വിത്ത് മൈ സ്കിൻ ആൻഡ് മൈ ഹെയർ. നിങ്ങൾക്ക് എൻ്റെ ഹെയർ ഉണ്ട് അറിയാം, അത്യാവശ്യം ലോങ് ആണ്. ഡെഫിനറ്റ്ലി ഹെൽപ്പ് ചെയ്യും കൊളാജൻ പൗഡർ. പിന്നെ ഞാൻ എൻ്റെ പ്രോട്ടീൻ റിക്വയർമെൻറ്റ്സ് മീറ്റ് ചെയ്യാത്ത ദിവസങ്ങളിൽ, അല്ലെങ്കിൽ ഫുഡ് പ്രോപ്പറായിട്ട് കഴിക്കാത്ത ദിവസങ്ങളിൽ ഞാൻ എൻ്റെ വേ പ്രോട്ടീൻ എടുക്കാറുണ്ട്. ഞാൻ ഉപയോഗിക്കുന്ന ഒപ്റ്റിമൽ ന്യൂട്രീഷൻ്റെ ഗോൾഡ് വേ ആണ്. അതിൽ നിന്ന് ഒരു 24 grams പ്രോട്ടീൻ പെർ സ്കൂപ്പ് എനിക്ക് റിസീവ് ചെയ്യുന്നുണ്ട്. സോ ഈസി ആയിട്ട് നിങ്ങളുടെ പ്രോട്ടീൻ റിക്വയർമെൻറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റും. പിന്നെ എൻ്റെ ഫിഷ് ഓയിൽ, ഡെഫിനറ്റ്ലി നിങ്ങളുടെ ജോയിൻ ഹെൽത്ത് നിങ്ങൾ സീരിയസ് ആയിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ ഫിഷ് ഓയിൽ എടുക്കുക. അത്യാവശ്യം 25 ആണെങ്കിൽ ഡെഫിനറ്റ്ലി എടുക്കണം. ഈ കാണുന്ന 5 എൻ്റെ പ്രോട്ടീൻ സ്റ്റാഷും, എൻ്റെ സപ്ലിമെൻറ്റ് സ്റ്റാഷും. പിന്നെ ഞാൻ പറഞ്ഞില്ല, ക്രിയാറ്റിൻ എന്തുകൊണ്ട് വേസ്റ്റ് ഓഫ് ടൈമാണെന്ന് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്നില്ല, നിങ്ങൾ പ്രോപ്പറായിട്ട് ഡയറ്റ് നോക്കുന്നില്ല, നിങ്ങൾ പ്രോപ്പറായിട്ട് വെള്ളം കുടിക്കുന്നില്ല, നിങ്ങൾ സീരിയസ് അല്ല ബോഡി ബിൽഡിങ് അല്ലെങ്കിൽ നിങ്ങളുടെ ഹെൽത്ത് നോക്കാനെന്നുണ്ടെങ്കിൽ ക്രിയാറ്റിൻ ഒരു വേസ്റ്റ് ഓഫ് ടൈമാണ്. അത് നിങ്ങളുടെ എഫേർട്ട് വേസ്റ്റാണ്, നിങ്ങളുടെ ഹെൽത്തും പ്രോപ്പറായിട്ട് വേസ്റ്റ് ആയിപ്പോവും. സോ നിങ്ങളിത് സീരിയസ് ആയിട്ട് നോക്കുന്നുണ്ടെങ്കിൽ മാത്രം ക്രിയാറ്റിൻ എടുക്കുക. അല്ലാത്തൊരു അങ്ങോട്ടേക്ക് തിരിയാനേ നിൽക്കണ്ട. നിങ്ങൾക്ക് അതുകൊണ്ട് യാതൊരു ഉപയോഗവും കിട്ടാൻ പോകുന്നില്ല. ഇതൊരു കോൺട്രവേഴ്ഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ആയിരിക്കും. ബട്ട് നിങ്ങളുടെ കമൻറ്റ്സ്, നിങ്ങളുടെ തോട്ട്സ് കമൻറ്റ് ചെയ്യുക താഴെ. ബൈ.